ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് രാവിലെ തന്നെ ഞങ്ങളൊരു യാത്രയിലാണ്. മറ്റെവിടെയുമല്ല, ചരിത്രം അന്തിയുറങ്ങുന്ന സലാലയിലെ അയൂബ് നബിയുടെ മണ്ണിലേക്കാണെന്ന് യാത്ര. അവിടുത്തെ വിശേഷങ്ങളും കാഴ്ചകളും നമുക്ക് കാണാം. ഞങ്ങളോടൊപ്പം ഏട്ടൻ്റെ 2 ഫ്രണ്ട്സ് കൂടെയുണ്ട്. ഇതാ മോളിത ഇവിടുന്ന് നല്ല വികൃതിയാണ്. ഞങ്ങൾ രാവിലെ ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ റൂമിൽ നിന്ന് ഇറങ്ങി. ഞാൻ അവിടേക്ക് ഫസ്റ്റ് ടൈമാണ്. ഏട്ടൻ 1-2 തവണയൊക്കെ പോയിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് ടൈമാണ് പോകുന്നത്. ഇത് സലാലയിൽ മഴയൊക്കെ പെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ മലയൊക്കെ ഒന്ന് പച്ച പിടിച്ച് തുടങ്ങി. ഇപ്പോൾ കാണാൻ കുറച്ചുകൂടി ഭംഗിയുണ്ട്. ആദ്യമൊക്കെ വരണ്ട് ഉണങ്ങിയ ഒരു മലകളൊക്കെ ആയിരുന്നു. ഇപ്പം പച്ച പിടിച്ച് തുടങ്ങിയിട്ടുണ്ട്. പോകുന്ന വഴിയിൽ ഒരു കമേഴ്ഷ്യൽ മാർക്കറ്റിൽ കയറി കുറച്ച് സ്നാക്സൊക്കെ വാങ്ങി. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് അവിടത്തേക്ക് നടക്കണം. ഇത് അവിടെയാണ് അയൂബ് നബിയുടെ ഖബറിടം. പോകുന്ന വഴിയിൽ നല്ല പൂക്കളൊക്കെ കൊണ്ട് നല്ല മനോഹരമായ വഴിപ്പാതയൊക്കെയാണ് അങ്ങോട്ടേക്ക് പോകുമ്പോൾ കാണുന്ന കാഴ്ചകൾ. അങ്ങനെ നമ്മൾ അവിടെ എത്തി. ഇവിടെ ഇരിക്കുമ്പോൾ നമുക്ക് മനസ്സിനൊരു സമാധാനവും സന്തോഷവും ഒരു ശാന്തതയൊക്കെ തോന്നുന്നുണ്ട്. ഒരു പ്രത്യേക ഒരു അറ്റ്മോസ്ഫിയറാണ് അവിടെ. ഇവിടം അയൂബ് നബിയുടെ കാൽപാദം പതിഞ്ഞ സ്ഥലമാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഇനി നേരെ പോകാൻ പോകുന്നത് അയൂബ് നബിക്ക് മാരകമായ അസുഖം ബാധിച്ച് ദേഹാസകലം ചൊറിച്ചിൽ വന്ന് ഒരു കുളത്തിൽ മുങ്ങി കുളിച്ചതിന് ശേഷമാണ് നബിക്ക് അസുഖം മാറുന്നത്. ആ കുളം കാണാനാണ് ഇനി പോകുന്നത്. പോകുന്ന വഴിക്ക് ഇഷ്ടം പോലെ ഒട്ടകത്തിനെ കാണുന്നുണ്ട്. അതവിടെ ഫുള്ള് ഒട്ടകമാണ്. അങ്ങനെ ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ട്. കാർ ഇവിടെ നിർത്തിയിട്ട് താഴേക്ക് നടന്നു പോകണം. ഇവിടുന്ന് നോക്കുമ്പോൾ താഴേക്ക് കാണാൻ നല്ല ഭംഗിയാണ്. മലമുകളിൽ നിന്ന് ഇങ്ങനെ നോക്കാനായിട്ട് നല്ല ഭംഗിയുണ്ട്. ഇനി ഞങ്ങൾ താഴേക്ക് ഇറങ്ങി പോകണം. മലയുടെ താഴെയാണിത്. ഒരു 10 മിനിറ്റോളം നടക്കാനുണ്ട്. ഇവിടെ ഇപ്പം അടുത്ത മാസം തൊട്ട് ഖരീഫ് തുടങ്ങും. സീസൺ ആകുമ്പോഴേക്കും നല്ല തിരക്കാണ് ഇവിടെ. ഇവിടെ ഇപ്പം സലാല തന്നെ നല്ല തിരക്കായിരിക്കും. ഇവിടെ ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ വന്നു പോകുന്നൊരു സ്ഥലവും കൂടിയാണിത്. ഖരീഫിൻ്റെ ടൈം ആകുമ്പോഴേക്കും മല മുഴുവനും പച്ചപ്പ് നിറഞ്ഞിരിക്കും. ഇപ്പം അത്യാവശ്യം പച്ചയാണെങ്കിലും ഇതിലും നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. ഫുള്ള് പച്ചയായിട്ട് കണ്ണിനൊരു കുളിർമ നൽകുന്നൊരു കാഴ്ച തന്നെയായിരിക്കും. ഏട്ടൻ്റെ ഫ്രണ്ട് ബേബീനെ എടുത്ത് തലയിൽ വെച്ചിട്ടാണ് നടന്നു വരുന്നത്. അത്രയും ടയേർഡാവും നടന്ന് വരാനായിട്ട്. താഴേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴേക്കും നമ്മളൊരു ക്ഷീണം പിടിച്ച് പോവും.
ഇതാണ് ആ കുളം. ഇവിടെ വരുന്ന എല്ലാവരും ഈ കുളത്തിൽ ഇറങ്ങും, കുളിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. പുണ്യജലമായിട്ടാണ് ചരിത്രം പറയുന്നത്. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. താഴേക്ക് ഇറങ്ങാൻ പെട്ടെന്ന് കഴിഞ്ഞു, മേലേക്ക് കയറാനാണ് പാട്. ഇത് പ്രായമുള്ളവരൊക്കെ കയറുന്ന പോലെയാണ് ഞാൻ കയറുന്നത്, കാലൊക്കെ പിടിച്ച് അങ്ങനെയാണ് ഞാൻ കയറുന്നത്. ഒട്ടും വയ്യായിരുന്നു. അങ്ങനെ ഞങ്ങൾ പോവുകയാണ്. ഇനി നേരെ റൂമിലേക്കാണ് പോകുന്നത്. പോകുന്ന വഴിക്ക് ഫിഷ് മാർക്കറ്റ് കയറി ഉച്ചക്കത്തെ ലഞ്ചിനുള്ള ഫിഷൊക്കെ മേടിക്കണം. അപ്പോൾ നേരെ ഫിഷ് മാർക്കറ്റ് കയറി. ഒരുപാട് മീനൊക്കെ ഉണ്ടായിരുന്നു, വലിയ വലിയ മീനൊക്കെ ഉണ്ടായിരുന്നു. ഇതിൻ്റെ പേരെന്താണെന്നൊന്നും എനിക്കറിയില്ല. അങ്ങനെ ഞങ്ങളൊരു മീൻ വാങ്ങി. ഇതാണ് ഞങ്ങൾ മേടിച്ചത്. ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല, അതാണ് മേടിച്ചത്. ഇത് ഇവിടുന്ന് തന്നെ കട്ട് ചെയ്ത് തരുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ റൂമിലെത്തിയപാടെ തന്നെ നല്ലൊരു മോര് കുടിച്ചു. നല്ല കാന്താരി മുളകും ഇഞ്ചിയും കറിവേപ്പിലയും ഒക്കെ ഇട്ട് നല്ല അടിപൊളി മോര്. രാവിലെ എഴുന്നേറ്റ് പോയതിൻ്റെയും വെയിൽ കൊണ്ടതിൻ്റെയൊക്കെ ക്ഷീണം ഈ മോര് കുടിച്ചപ്പോൾ മാറി. നല്ലൊരു ഉറക്ക ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു. ആ മോര് കുടിച്ചതോടെ ആ ഉറക്ക ക്ഷീണമൊക്കെ പോയി. ഇനി ഫിഷ് ബിരിയാണി വെക്കാനാണ് പ്ലാൻ ചെയ്തത്. ഞാൻ മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട്. ഞാൻ ഇപ്പുറത്തെ തല ഭാഗമൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. ആ തലഭാഗം ഞാൻ മസാലയൊക്കെ ഇടാൻ വേണ്ടിയിട്ടാണ് അത് മാറ്റി വെച്ചത്. അങ്ങനെ സവാളയൊക്കെ കട്ട് ചെയ്തു. അങ്ങനെ ഫിഷ് ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഫിഷ് ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല, അപ്പോൾ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നേരത്തെ കണ്ട ഏട്ടൻ്റെ ഫ്രണ്ട്സ് അവരും ഉണ്ട് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാനായിട്ട്. അപ്പോൾ ഫുഡൊക്കെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കണം. ഫിഷ് ബിരിയാണി തയ്യാറാക്കുമ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് പീസ് മസാലയിലേക്ക് ചേർത്ത് കൊടുക്കണം. ഞാൻ നേരത്തെ മാറ്റി വെച്ച തലഭാഗവും വാലുഭാഗവും ഒക്കെ മസാലയിൽ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഉടച്ചെടുക്കുമ്പോൾ ആ മസാലയ്ക്ക് ഫിഷിൻ്റെ ടേസ്റ്റ് കൂടെ കിട്ടും. അപ്പോൾ ബിരിയാണിക്ക് നല്ല ഒരു ഫ്ലേവറും കൂടിയാണ്. അപ്പോൾ ഞാൻ അങ്ങനെയാണ് സാധാരണ ബിരിയാണി വെക്കുമ്പോൾ ചെയ്യാറുള്ളത്. നല്ല ഒരു ടേസ്റ്റും ആയിരിക്കും. അങ്ങനെ പെട്ടെന്ന് തന്നെ ബിരിയാണി തയ്യാറായിട്ടുണ്ട്. ഞാൻ ബാസ്മതി റൈസ് കൊണ്ടാണ് ഇന്ന് ബിരിയാണി വെച്ചത്. അങ്ങനെ ഓരോരോ പ്ലേറ്റിലാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഭക്ഷണം കഴിക്കലായി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ കൊച്ചു വിശേഷങ്ങൾ. ഇന്നത്തെ ഒരു ഹാഫ് ഡേ വ്ളോഗാണ്. അപ്പോൾ എൻ്റെ ഈ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ ടാറ്റാ.